പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടം. എന്നാൽ അവിടെ എത്തി മനോഹരമായ കാഴ്ച ആസ്വദിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. 70 അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കല്ലുകൾ മുതൽ സ്വകാര്യ വ്യക്തികൾ കെട്ടിയ ബണ്ട് വരെ ഇവിടെ അപകട ഭീഷണിയാണ്. ഒഴിവു ദിവസങ്ങളിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്താറുള്ള ഇവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യമായിരുന്നു. മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായി വളർത്താവുന്ന ഒരിടത്താണ് ഇന്ന് കേരള വിഷന്റെ പ്രേക്ഷകരെ ഞങ്ങൾ എത്തിക്കുന്നത്. അതേതാണെന്നല്ലേ, നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം. കനത്ത മഴയിൽ മാട്ടുമൽ പാടവും തോടും നിറഞ്ഞൊഴുകിയതോടെയാണ് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തിലെത്തിയത്. മനോഹരമായ വെള്ളച്ചാട്ടവും താഴ്വരയുടെ ഭംഗിയും ആസ്വദിക്കാൻ ഒഴിവു ദിവസങ്ങളിൽ ദൂരെ ദിക്കുകളിൽ നിന്നുപോലും സന്ദർശകർ എത്തുന്നുണ്ട്. പാടശേഖരത്തിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പാറക്കെട്ടിലൂടെ താഴേക്ക് പതിക്കുന്നതാണ് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം. ഇറങ്ങുന്ന വഴി സ്വകാര്യ ഭൂമിയാണ്. കുത്തനെയുള്ള ഇറക്കം ഉരുളൻ കല്ലുകൾ നിറഞ്ഞതാണ്. ചുറ്റും കാട് മൂടിക്കിടക്കുന്നു. തടയണയ്ക്ക് സമീപം കെട്ടിയിരുന്ന സുരക്ഷാവേലി തകർന്നും കിടക്കുകയാണ്. നല്ല കാഴ്ചകൾ കാണാൻ കഷ്ടപ്പെടുന്നത് നല്ലതാണ്. ഇത്രയധികം കഷ്ടപ്പാട് വേണോ എന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക. വെള്ളച്ചാട്ടത്തിനു സമീപം സ്വകാര്യ വ്യക്തികൾ തടയണ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നീന്തി കുളിക്കാനും ഒട്ടേറെ പേരെത്തുന്നുണ്ട്. ഇവിടെ സുരക്ഷാ സംവിധാനമില്ലാത്തതിനാൽ തന്നെ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ തന്നെ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സ്ഥലം സന്ദർശിക്കാനെത്തിയ യുവാവ് ഇവിടെ മുങ്ങി മരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വെള്ളച്ചാട്ടത്തിൽ നിൽക്കുന്നതിനിടെ വലിയ കല്ല് താഴേക്ക് പതിച്ച യുവാവ് മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. അടുത്ത കുറച്ചു കാലങ്ങളായി ദാരുണമായ സംഭവങ്ങളാണ് ആ പ്രദേശത്തുണ്ടാവും. ആദ്യം ഒരു കുട്ടി മരിച്ചു. രണ്ടാമത് മിനിഞ്ഞാന്ന് ഒരു ചെറുപ്പക്കാരൻ 32-33 വയസ്സായ ഒരു ചെറുപ്പക്കാരന് മരണപ്പെടുകയുണ്ടായി. നമ്മൾ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രിക്കോഷൻസൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ആ കുട്ടി മരിച്ചന്ന് അവിടെ കമ്പിവേലി കെട്ടുന്നതിനും അതിൻ്റെ പോലീസ് സംവിധാനവും ഒക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കാലക്രമേണ ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്താൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വലിയ പരിമിതി അവിടെ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇറങ്ങി വരുന്ന ആ തോട് മാത്രമേ നമ്മളെ സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന സ്ഥലം എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബാക്കിയൊക്കെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ അവിടെ ഒരു ബണ്ട് നിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഈ ബണ്ട് നിർമ്മാണത്തിൽ നടത്തിയോടുകൂടി ആ വെള്ളം പൂർണ്ണമായും അതിൽ നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. കുറച്ച് വെള്ളം മാത്രമേ പുറത്തേക്ക് ഒഴുകി വരുന്നുള്ളൂ. ഇതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ഗുണമില്ല, കൃഷിക്ക് ഉപയോഗിക്കുന്നില്ല. ഇതേമാതിരി മഴക്കാലമായാൽ മാത്രമേ ഇങ്ങനൊരു സംവിധാനം അവിടെ ഉള്ളൂ. വേനൽക്കാലത്തൊക്കെ പൂർണ്ണമായും വറ്റുന്നൊരവസ്ഥയിലേക്കുള്ള പ്രദേശമാണത്. അപ്പോൾ മഴക്കാലത്ത് ഇതേമാതിരി പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ വന്ന് നീന്തലറിയാത്തവരും അതുപോലെ തന്നെ ഇത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ വന്ന് ആളുകളാണ് പൂർണ്ണമായും അപകടത്തിൽ പെടുന്നത്. അത് വലിയ പ്രയാസം ആ പ്രദേശത്തുകാർക്കുണ്ട്. ഞാൻ എൻ്റെ വീടടക്കം നിൽക്കുന്ന പ്രദേശമാണത്. നമുക്കൊക്കെ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ശാശ്വത പരിഹാരം ഇതിന് നിർബന്ധമായി ഉണ്ടാക്കേണ്ടതുണ്ട്. സന്ദർശകർ വർദ്ധിച്ചതോടെ സുരക്ഷാ നടപടി ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെടുന്നത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിച്ച് സന്ദർശകർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതും അതിനിടയിൽ നിൽക്കുന്നതും പ്രദേശവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. വെട്ടിച്ചിറ കാട്ടിലങ്ങാടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നിരവധി സഞ്ചാരികളാണ് ഒഴിവു ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ എത്തുന്നത്. വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറാവുന്ന ഈ പ്രദേശം പക്ഷേ ഇപ്പോൾ അധികൃതരുടെ അവഗണനയേറ്റ് കിടക്കുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ല. ആകെ മൊത്തം കാട് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇഴജന്തുക്കളുടെ അപകട ഭീഷണി ഉൾപ്പെടെ മറികടന്നാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. ഒരു മുന്നറിയിപ്പ് ബോർഡ്, ഒരു സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡ് അധികൃതർ മുകളിൽ സ്ഥാപിച്ചതല്ലാതെ മറ്റൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. സീസണൽ ടൂറിസ്റ്റ് സ്പോട്ടായി വളരാൻ വെമ്പുന്ന അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ അധികൃതർ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.